ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെറ്റും റിലേഷനും ഒക്കെ റിവൈസ് ചെയ്തായിരുന്നു. ഇന്നിപ്പം ഞാൻ ട്രിഗ്നോമെട്രി ലാസ്റ്റ് എടുക്കാം. ഇപ്പം 4ാമത്തെ ചാപ്റ്ററായ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനാണ് നമുക്കിപ്പോൾ എടുക്കാം. അപ്പം അത് ഉറപ്പായിട്ടൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടുന്ന 4 മാർക്കിൽ 5 മാർക്ക് വരുന്നതാണ്. അത് ശരിക്കും പഠിച്ചോളാൻ കാണുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന് തോന്നിയാലും അതിൽ ഓരോ സ്റ്റെപ്പിനും മാർക്കുണ്ട്. അപ്പം മാത്തമാറ്റിക്കൽ റിസൾട്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. അതിന് 3 സ്റ്റെപ്പാണുള്ളത്. ഒന്നാമത്തെ സ്റ്റെപ്പ്, ആദ്യം നമ്മൾ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ചിലപ്പോൾ അത് ഇക്വേഷൻ ആവും, ചിലപ്പോൾ ഒരു സെൻറ്റൻസ് ആവും. ഇക്വേഷനോ സെൻറ്റൻസോ വരാം, ഏതാണെങ്കിലും കുഴപ്പമില്ല. അതിനെ അതേപടി പി ഓഫ് എന്നിൽ എടുക്കാം. പി ഓഫ് എൻ അതിൻ്റെ സ്റ്റെപ്പ് അതാണ്. ആദ്യം തന്നേക്കുന്ന അതിന് ഇക്വേഷൻ ആണെങ്കിൽ ഇക്വേഷൻ, സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്, അതിനെ അതേപടി പി ഓഫ് എന്നിൽ നിന്ന് എടുക്കുന്നു. എന്നിട്ട് നമ്മൾ ആദ്യം പി ഓഫ് 1 ട്രൂ ആണെന്ന് കാണിക്കണം. പി ഓഫ് 1 എന്നിന് 1 കൊടുത്താൽ മതി. എന്നിന് 1 കൊടുക്കുമ്പോൾ ഇക്വേഷൻ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും കാണുക. അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിൽ എന്നിന് കാണുന്നിടത്ത് 1 കൊടുത്ത് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അത് കിട്ടും. അപ്പോൾ എന്നിന് 1 കൊടുത്ത് ട്രൂ ആണെന്ന് തെളിയിക്കുക. അത് വളരെ എളുപ്പമാണ്. പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ് അതിലും എളുപ്പമാണ്. എന്നിന് കെ കൊടുത്ത് അത് റിസൾട്ട് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുക, സങ്കല്പിച്ചാൽ മതി. പിന്നെ എന്നിന് മൂന്നാമത്തെ സ്റ്റെപ്പാണ് മെയിനായിട്ടുള്ളത്. K+1 കൊടുക്കുമ്പോൾ ട്രൂ ആണെന്ന് തെളിയിക്കണം. എന്നിന് K+1 കൊടുക്കുമ്പോൾ ട്രൂ ആണെന്ന് നമ്മൾ തെളിയിക്കണം. ആ സെക്കൻഡ് സ്റ്റെപ്പ് ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ ശരിയാണ് തെളിയുകയാണ് ജനറലായിട്ട് ട്രൂ ആണ്. അപ്പോൾ 3 സ്റ്റെപ്പാണ്. പി ഓഫ് 1 ട്രൂ ആണെന്ന് തെളിയിക്കുന്നു, പി ഓഫ് കെ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുന്നു, സങ്കല്പിക്കുന്നു. പിന്നെ പി ഓഫ് കെ ഉപയോഗിച്ചുകൊണ്ട് പി ഓഫ് K+1 നമ്മൾ ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യുന്നു. അങ്ങനെ പ്രൂവ് ചെയ്യുമ്പോൾ അത് എല്ലാ എന്നിനും ഒരു ട്രൂ ആയിരിക്കും. അതാണ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. അപ്പോൾ അതിൻ്റെ 1-2 ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, +1 + 2² + etc. + n² എന്ന് പറയുന്നത് n × n+1 × 2n + 1/6. ഈ റിസൾട്ട് ഇൻഡക്ഷൻ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് പ്രൂവ് ചെയ്യാം. 1² സം ഓഫ് സ്ക്വയേഴ്സ് 1² + 2² + 3² etc. n² വരെ അതിൻ്റെ ടോട്ടൽ n × n+1 × 2n + 1/6 ആണ് നമുക്ക് പ്രൂവ് ചെയ്യാം. അപ്പം ആദ്യം ചെയ്യേണ്ടത് ഈ തന്നേക്കുന്നതിന് അതേപടി പി ഓഫ് എൻ എഴുതുക. പി ഓഫ് എൻ എഴുതി ഫുൾ കോളം എഴുതുക. തന്നേക്കുന്ന ഇക്വേഷൻ അതേപടി എടുത്തെഴുതുക. അതിനെ പി ഓഫ് എൻ എഴുതിയാൽ ഫുൾ കോളം ഇട്ടേക്കാം. ഇനി ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് പി ഓഫ് 1 ട്രൂ ആണെന്ന് തെളിയിക്കാൻ പോവാം. പി ഓഫ് 1 ട്രൂ ആണെന്ന് തെളിയിക്കാൻ പോകണം. അതിൽ എന്നിന് 1 കൊടുത്താൽ മതി. പുട്ട് n = 1. സ്റ്റെപ്പ് 1 നമ്മൾ ചെയ്യാൻ പോകുന്ന പുട്ട് n = 1. തെളിയിക്കേണ്ടതൊക്കെ നമ്മൾ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും കണ്ടുപിടിക്കണം. അസ്യൂം ചെയ്യേണ്ടത് വെറുതെ എഴുതി വെച്ചാൽ മതി. സെക്കൻഡ് സ്റ്റെപ്പ് വെറുതെ എഴുതി വെച്ചാൽ മതി. ഫസ്റ്റും തേർഡും നമ്മൾ തെളിയിക്കുകയാണ്. അപ്പം LHS ഓ RHS ഓ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും കണ്ടുപിടിക്കണം. അപ്പം എന്നിന് 1 കൊടുത്തു, ലെഫ്റ്റ് സൈഡ് കാണാം LHS കാണുമ്പോൾ എന്നിന് 1 കൊടുക്കുമ്പോൾ ഫസ്റ്റ് ടേം മാത്രമേ വരുള്ളൂ. എന്നിന് 2 കൊടുത്താൽ ഫസ്റ്റും സെക്കൻഡും വരും. എന്നിന് 3 കൊടുക്കുകയാണെങ്കിൽ ഫസ്റ്റും സെക്കൻഡും തേർഡും വരും. അപ്പം എന്നിന് 1 കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് ആയ 1² മാത്രം, അത് 1 കിട്ടും. എന്നിട്ട് RHS കണ്ടുപിടിക്കാം. RHS എന്നിന് 1 കൊടുത്താൽ മതി. 1 × 1 + 1 × 2 × 1 2 + 1/6. അതായത് 1 × 2 × 3/6. 1 × 2 × 3 വരുമ്പോൾ 6 വരും. 6/6 1 വരും. നമുക്ക് കിട്ടി. LHS ഉം RHS ഉം സെയിം. LHS = RHS കിട്ടി. അപ്പോൾ നമുക്കറിയാം പി ഓഫ് 1 = 2. പി ഓഫ് 1 ട്രൂ ആണെന്ന് കിട്ടി. അപ്പം ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആദ്യം നിങ്ങൾ എന്നിന് 1 കൊടുക്കുക, ലെഫ്റ്റ് സൈഡും കാണുക, റൈറ്റ് സൈഡും കാണുക. അത് ശരിയാണെന്ന് കിട്ടും. അതിനൊരു മാർക്കുള്ള, ആ സ്റ്റെപ്പിന് ഒരു മാർക്കുള്ളതാണ്. അത് നിങ്ങൾ അങ്ങനെ കണ്ടുപിടിക്കുക. സെക്കൻഡ് സ്റ്റെപ്പും വളരെ എളുപ്പമാണ്. ഇത് സ്റ്റെപ്പ് 1, ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് ഇതാണ്. പുട്ട് n = പുട്ടല്ല, അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഈസ് ട്രൂ. അസ്യൂം ദാറ്റ് പി ഓഫ് കെ ട്രൂ ആണെന്ന് സങ്കല്പിക്കുക, അസ്യൂം ചെയ്യുക. അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഈസ് ട്രൂ. എന്നിന്റെ സ്ഥലത്ത് കെ കൊടുത്ത് വെറുതെ എങ്ങനെ ചോദിച്ചാൽ ദാറ്റ് ഈസ് എന്നിന് കെ കൊടുക്കുമ്പോൾ 1² + 2² + etc. എപ്പോഴും എഴുതുമ്പോൾ 1² തൊട്ട് എഴുതണം. ചിലർ എഴുതുമ്പോൾ ലാസ്റ്റ് എന്നിന് കെ കൊടുത്ത് K² മാത്രമേ എഴുതുള്ളൂ. അങ്ങനെയല്ല, തുടക്കം 1² അവിടെ തൊട്ട് വേണം എഴുതാൻ. ഒരെണ്ണം മാത്രം എന്നിന് 1 കൊടുക്കുമ്പോൾ 1² മാത്രം, അതായത് 1² തൊട്ട് 1² വരെ, അതായത് 1² മാത്രം. എന്നിന് 2 കൊടുക്കുമ്പോൾ 1² തൊട്ട് 2² വരെ. 3 കൊടുക്കുമ്പോൾ 1² തൊട്ട് 3² വരെ. 1², 2², 3². ശ്രദ്ധിച്ചോണം. അപ്പം എന്നിന് കെ കൊടുക്കുമ്പോൾ 1² തൊട്ട് K² വരെ എഴുതും. അപ്പോൾ 1² + 2² + etc. + K². അതിൻ്റെ വാല്യൂ റൈറ്റ് സൈഡിലും കെ കൊടുത്ത് എഴുതുക. K × K+1 ×
2k പ്ലസ് 1/6. ഇത് നമുക്ക് ആവശ്യമുള്ള ഇക്വേഷനാണ്. അതിന് 1 എന്ന് കൊടുത്തേക്കുക. ഈ സ്റ്റെപ്പ് എഴുതുന്നതിന് 1 മാർക്ക് ഉണ്ട്. അപ്പം ഇതിന്റെ 4 മാർക്കിന്റെ ക്വസ്റ്റിനെ 2 മാർക്ക് വാങ്ങാൻ വളരെ എളുപ്പമാണ്. എന്നിന് 1 കൊടുത്ത് എത്ര ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് കണ്ടുപിടിച്ച് ട്രൂ ആണെന്ന് കാണിക്കാം. പിന്നെ എന്നിന് കെ കൊടുത്ത് വെറുതെ എഴുതി വെച്ചാൽ മാത്രം മതി. എന്നിന്റെ സ്ഥാനത്ത് കെ ഇട്ടങ്ങ് എഴുതി വെച്ചാൽ മാത്രം മതി. ഇത് അസ്യൂം ചെയ്യുന്നു. ഇനിയാണ് മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഇച്ചിരി ചെയ്യാനുള്ളത്. ഈ റിസൾട്ട് ഉപയോഗിച്ചുകൊണ്ട് k പ്ലസ് 1 ട്രൂ ആണെന്ന് തെളിയിച്ചെടുക്കണം. അത് ഇച്ചിരി ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഒരു ട്രിക്ക് ഉപയോഗിച്ച് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് ചെയ്യാം. അതായത് കുട്ട നമ്മൾ പ്രൂവ് ചെയ്യേണ്ടതൊക്കെ കുട്ട n ഈക്വൽ ടു ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും കണ്ടുപിടിക്കണം. നമ്മളിവിടെ സ്റ്റെപ്പ് 3 തേർഡ് സ്റ്റെപ്പ് ചെയ്യാൻ പോവാണ്. കുട്ട n ഈക്വൽ ടു k പ്ലസ് 1 n k പ്ലസ് 1 കൊടുത്ത് ചെയ്യാൻ പോവാം. അപ്പൊ നമ്മളിവിടെ സാധാരണ LHS-ഉം RHS-ഉം ആണ്. ഇവിടെ നമ്മൾ RHS ആദ്യം കണ്ടുപിടിക്കുന്നത്. RHS കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. LHS ആണ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ട്. അപ്പൊ RHS നമ്മൾ ആദ്യം കാണുന്നു. RHS ഈക്വൽ ടു n സ്ഥാനത്ത് k പ്ലസ് 1 കൊടുക്കുക. അപ്പൊ n സ്ഥാനത്ത് അതെ n n പ്ലസ് 1 × 2n പ്ലസ് 1/6 എന്നല്ലേ. n വരുന്നിടത്തൊക്കെ k പ്ലസ് 1 കൊടുക്കുക. അപ്പൊ n വരെ k പ്ലസ് 1 കൊടുത്തപ്പോൾ ബ്രാക്കറ്റ് ഇട്ടോണം. ഇൻറ്റു അടുത്ത n വരെ k പ്ലസ് 1 കൊടുക്കുമ്പോൾ k പ്ലസ് 1 n സ്ഥാനത്ത് k പ്ലസ് 1 കൊടുക്കുക. പിന്നെ അവിടെ n പ്ലസ് 1 എന്നാ. n പ്ലസ് 1 n k പ്ലസ് 1 കൊടുത്തു. ഒരു പ്ലസ് 1 കൊടുക്കുന്നു. ഇൻറ്റു 2 ഇൻറ്റു n സ്ഥാനത്ത് k പ്ലസ് 1. അതുകൊണ്ട് ബ്രാക്കറ്റ് ഇടണം. അവിടെ n മാത്രമേ അതുകൊണ്ട് ബ്രാക്കറ്റ് വേണ്ട. പക്ഷേ n സ്ഥാനത്ത് k പ്ലസ് 1 ഇടുമ്പോൾ ബ്രാക്കറ്റ് ഇടണം. 2n ആയിരുന്നു. 2n പ്ലസ് 1/6 ഇങ്ങനെ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക. k പ്ലസ് 1 എന്ന് പറയുമ്പോൾ k പ്ലസ് 1 തന്നെ ഇൻറ്റു k പ്ലസ് 1 പ്ലസ് 1 വരുമ്പോൾ k പ്ലസ് 2 ഇൻറ്റു ഇതുകൊണ്ട് എക്സ്പാൻഡ് ചെയ്യണം. 2 ഇൻറ്റു k പ്ലസ് 1 എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 2k പ്ലസ് 2 വരും. പ്ലസ് 2ഉം പ്ലസ് 1ഉം കൂടെ വരുമ്പോൾ പ്ലസ് 3 വരും. 2k പ്ലസ് 3/6 വരും. 2k പ്ലസ് 3/6. ഇതാണ് RHS. നമ്മൾ LHS ചെയ്യും. അപ്പോൾ ഇനി RHS കണ്ടുപിടിക്കുന്നതിന് 1 മാർക്ക് കിട്ടും. 3 മാർക്ക് നിങ്ങൾക്ക് വാങ്ങാൻ ഈസിയാണ്. LHS ആണ് ചെയ്ത് ശ്രദ്ധിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ LHS ഈക്വൽ ടു LHS എന്ന് പറയുമ്പോൾ 1 സ്ക്വയർ തൊട്ട് 2 സ്ക്വയർ എക്സെട്ര തൊട്ട് n സ്ക്വയർ n വരെ k പ്ലസ് 1 ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ n സ്ക്വയർ വരെ k പ്ലസ് 1 സ്ക്വയർ വരും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ k പ്ലസ് 1 മുമ്പ് ഇപ്പം k പ്ലസ് 1 സ്ക്വയർ അല്ലേ, അതിന് മുമ്പ് k യുടെ സ്ക്വയർ ഉണ്ട്. അതോടെ നമ്മൾ എഴുതി ചേർക്കണം. എപ്പോഴും ഇത് ലാസ്റ്റ് ടേമിന് മുമ്പ് അതിന് മുമ്പത്തെ ടേമായ kth ടേമും കൂടെ എഴുതണം. അപ്പോൾ നമുക്ക് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് k പ്ലസ് 1 സ്ക്വയറിന് മുമ്പ് k സ്ക്വയർ എഴുതുന്നു പ്ലസ് k പ്ലസ് 1 ഹോൾ സ്ക്വയർ. ഇത് വേണമെന്നും മാറ്റിയിടാം. ഇത് ഇങ്ങനെ എഴുതുന്നതിൻ്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല, നമുക്ക് ഇവിടെ ഈ റിസൾട്ട് ഉപയോഗിക്കാനായിട്ട് നമ്മൾ പി ഓഫ് കെ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 സ്ക്വയർ തൊട്ട് k സ്ക്വയർ വരെയുള്ള വാല്യൂ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. അതിന് വേണ്ടിയിട്ടാണ് k പ്ലസ് 1 മുമ്പ് kയുടെ ടേമും എഴുതുന്നത്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഈ k പ്ലസ് 1 കൊടുത്ത് എഴുതുമ്പോൾ അതിന് മുമ്പത്തെ ടേമിൽ നിന്ന് നിങ്ങൾ ഈ ഫസ്റ്റ് ഇക്വേഷനിൽ ലാസ്റ്റ് ടേം ആയിരിക്കും അങ്ങനെ എഴുതി പോകണം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇനി ഇതിൻ്റെ വാല്യൂ നമുക്കറിയാം. ഫസ്റ്റ് ഇക്വേഷൻ അത് കൊടുത്തിട്ടുണ്ട്. 1 സ്ക്വയർ തൊട്ട് k സ്ക്വയർ വരെയുള്ള വാല്യൂ k ഇൻറ്റു k പ്ലസ് 1 ഇൻറ്റു 2k പ്ലസ് 1/6 എന്ന് കൊടുത്തിട്ടുണ്ട്. അതവിടെ കൊടുക്കുന്നു. k ഇൻറ്റു k പ്ലസ് 1 ഇൻറ്റു 2k പ്ലസ് 1/6 അത് ഇത്ര ഈ ബ്രാക്കറ്റിൽ കിടക്കുന്നതിൻ്റെ വാല്യൂ ഉണ്ട്. പ്ലസ് k പ്ലസ് 1 സ്ക്വയർ. ഇനി നിങ്ങൾക്ക് ഇത്രയും നിങ്ങൾക്ക് ചെയ്യാം. ഇനി ബാക്കി ചെയ്യാൻ സിംപ്ലിഫിക്കേഷൻ അറിയാം. അല്ലെങ്കിൽ RHS ആൻസർ കിട്ടിയിട്ടുണ്ട്. നമ്മളിവിടെ RHS കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഈ ആൻസർ എടുത്ത് എഴുതിയാൽ മതി. അതിൻ്റെ സിംപ്ലിഫിക്കേഷൻ ചെയ്തില്ലെങ്കിലും മിക്കവാറും ഫുൾ മാർക്ക് കൊടുക്കാറുണ്ട്. ഇൻ കേസ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ ഈ ആൻസർ ഇവിടെ കിടക്കുന്ന ഈ ആൻസർ നമുക്ക് കിട്ടേണ്ട അതങ്ങ് എടുത്ത് എഴുതാം. ചെയ്യാൻ അറിയാവുന്നവർ സിംപ്ലിഫൈ ചെയ്യാൻ ശ്രമിക്കുക. അതായത് ഇവിടെ നിന്നൊരു k പ്ലസ് 1 നമുക്ക് കോമൺ ആയിട്ട് വെളിയിലേക്ക് എടുക്കാം. രണ്ടിടത്തും k പ്ലസ് 1 ഉണ്ട്, കോമൺ ആയിട്ട് വെളിയിൽ എടുക്കാം. അപ്പോൾ k പ്ലസ് 1 ഇൻറ്റു പിന്നെ മിച്ചമുള്ളത് k ഇൻറ്റു 2k പ്ലസ് 1 ആണ് /6 പ്ലസ് ഇവിടെ നിന്ന് ഒരു k പ്ലസ് 1 വെളിയിലേക്ക് എടുത്തു, മിച്ചം k പ്ലസ് 1. നമ്മൾ LCM എടുത്ത് സിംപ്ലിഫൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു k പ്ലസ് 1 ഇൻറ്റു ഇവിടെ 6 LCM എടുക്കുന്നു. 6 LCM എടുക്കുന്നു. അപ്പം k ഇൻറ്റു 2k പ്ലസ് 1 പ്ലസ് 6 ഇൻറ്റു k പ്ലസ് 1 6 ഇൻറ്റു k പ്ലസ് 1 ഇങ്ങനെ വരും. ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു k പ്ലസ് 1 ഇൻറ്റു എക്സ്പാൻഡ് ചെയ്യുമ്പോൾ k ഇൻറ്റു 2k പ്ലസ് 1 വരുമ്പോൾ 2k സ്ക്വയർ പ്ലസ് k വരും. 6 ഇൻറ്റു k പ്ലസ് 1 വരുമ്പോൾ പ്ലസ് 6k പ്ലസ് 6 വരും /6. ഇനി നിങ്ങൾ ഇതിന് ഫാക്ടറൈസ് ചെയ്യണം. ഫാക്ടറൈസ് ചെയ്യാൻ നിങ്ങൾ പോകേണ്ട ആൻസർ എടുത്ത് എഴുതിയാൽ മതി. ഈ ആൻസർ k പ്ലസ് 1 ഉണ്ട് /6 ഉണ്ട്. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആയി കിട്ടുന്നത്. സംശയം നിങ്ങളൊന്ന് എഴുതി ചെയ്ത് നോക്കിയാൽ മതി. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ തന്നെയാണ്. ഈ 6k കൂടെ 7k വരും.
എക്സ്പാൻഡ് ചെയ്യാം. കെ ഇൻറ്റു 2k എന്ന് പറഞ്ഞാൽ 2k സ്ക്വയർ വന്നു. 2 ഇൻറ്റു 2k എന്ന് പറഞ്ഞാൽ 4k. 4k അല്ല, k ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 3k വരും. 2 ഇൻറ്റു 2k എന്ന് പറഞ്ഞാൽ 4k വരും. 3kയും 4kയും കൂടെ കൂട്ടുമ്പോൾ 7k എന്നുണ്ടോ? ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 7k കിട്ടുന്നില്ലേ? 2 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 6. അപ്പോൾ നിങ്ങൾ ഫാക്ടറൈസ് ചെയ്യാനൊന്നും പോകേണ്ട, ആൻസർ കിട്ടും എഴുതിയാൽ മതി. k പ്ലസ് 1 ഇൻറ്റു k പ്ലസ് 2 ഇൻറ്റു 2k പ്ലസ് 3 ബൈ 6 കണ്ടോ? ഇത് രണ്ടും സെയിം ആൻസർ. എന്നിട്ട് LHS equal to RHS, therefore P of k plus 1 is true എന്ന് എഴുതുക. പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ LHS equal to RHS എഴുതുക. P of k plus 1 is true. എന്നിട്ട് hence by mathematical induction P of n is true for all natural numbers എഴുതി അങ്ങ് സ്റ്റോപ്പ് ചെയ്തിരിക്കുക. ഓക്കെ, ക്ലിയർ ആയോ? അത് ഏറ്റവും ലാസ്റ്റ് അങ്ങനെ എഴുതുക. hence by mathematical induction P of n is true for all natural numbers. ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഇങ്ങനെ എഴുതുന്നത്. ആദ്യം P of n അങ്ങ് എടുത്തേക്കുക തന്നേക്കുന്നത്. എന്നിട്ട് n-ന് 1 കൊടുത്ത് LHS-ഉം RHS-ഉം കണ്ടുപിടിച്ച് P of 1 true ആണെന്ന് കാണിക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പും n-ന് k കൊടുത്ത് ട്രൂ ആണെന്ന് വെറുതെ എഴുതി വെച്ചാൽ മതി. വെറുതെ അസ്യൂം ദാറ്റ് വെറുതെ എഴുതി വെച്ചാൽ മതി. മൂന്നാമത്തെ സ്റ്റെപ്പാണ് ചെയ്യാനുള്ളത്. മൂന്നാമത്തെ സ്റ്റെപ്പ് ശ്രദ്ധിച്ച് ചെയ്യണം. അതായത് n-ന് k പ്ലസ് 1 കൊടുക്കുക. n-ന് k പ്ലസ് 1 കൊടുത്ത് LHS-ഉം കണ്ടുപിടിക്കുന്നു, RHS-ഉം കണ്ടുപിടിക്കുന്നു. LHS-ഉം RHS-ഉം സെപ്പറേറ്റ് കണ്ടുപിടിക്കുന്നു. LHS-ഉം ആദ്യം RHS കാണുക. RHS കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. RHS കാണാം. LHS ആണ് ശ്രദ്ധിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ RHS-ഉം LHS-ഉം സെയിം ആണെന്ന് കിട്ടും. LHS ചെയ്ത് വരുമ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതിയാൽ മതി. സെയിം ആണെന്ന് കിട്ടും. പിന്നെ ഹെൻസ് ബൈ ഇൻഡക്ഷൻ പറഞ്ഞാൽ P of n is true for all natural numbers എന്ന് എഴുതിയാൽ ക്ലിയർ ആയോ? എല്ലാ ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. One into 2 plus 1 into 2 plus 2 into 3 plus 3 into 4 plus etc plus n into n plus 1 എന്ന് പറയുന്നത് n into n plus 1 into n plus 2 by 3 ഇങ്ങനെ പോകാം. 1 into 2 plus 2 into 3 plus 3 into 4 etc plus n into n plus 1 എന്ന് പറഞ്ഞാൽ n into n plus 1 into n plus 2 by 3 എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. ഇതും അതുപോലെ തന്നെ P of n എന്ന് എഴുതുക. ആദ്യം തന്നേക്കുന്നതിനെ അതേപടി ഇവിടെ എഴുതിക്കോണം. P of n എന്ന് എഴുതി ഫുൾ കോളം കിട്ടണം. ഏത് തന്നാലും ആദ്യം P of n എന്ന് എഴുതിയ സെന്റൻസ് ആണ് സെന്റൻസ്, ഇക്വേഷൻ P of n എന്ന് എഴുതി അങ്ങോട്ട് ഫുൾ കോളം ഇട്ട് അങ്ങ് എഴുതുക. ഇനി ചേട്ടാ സ്റ്റെപ്പ് 1 ആണ്. സ്റ്റെപ്പ് 1 ൽ put n is equal to 1. സ്റ്റെപ്പ് 1 put n is equal to 1. എന്നിട്ട് LHS RHS കണ്ടുപിടിക്കുക. LHS എന്ന് പറയുമ്പോഴത്തേക്കും n-ന് 1 കൊടുക്കുമ്പോൾ 1 into 1 plus 1 1 into 2, അതായത് ഫസ്റ്റ് ടൈം തൊട്ടാ 1 into 2 തൊട്ട് 1 into 2 വരെ എന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈം മാത്രം n-ന് 1 കൊടുക്കുമ്പോൾ ഫസ്റ്റ് ടൈം മാത്രം എഴുതിയാൽ മതി. 1 into 2 എന്ന് പറയുന്ന 2. ഈ ഡോട്ട് കണ്ടുകൊണ്ട് പോയിന്റ് ആണെന്ന് വിചാരിക്കരുത്. അത് ഇൻറ്റു ആണ്. 1 into 2 2. RHS കണ്ടുപിടിക്കുക. RHS എന്ന് പറയുമ്പോഴത്തേക്കും RHS equal to അതിനകത്തേക്ക് വാല്യൂ കൊടുക്കുക. n into n plus 1 into n plus 2 by 3 അല്ലേ? അപ്പോൾ 1 into 1 plus 1 into 1 plus 2 by 3. 1 into 2 into 3 by 3 വരും. 3 വെട്ടിപ്പോയിട്ട് 2 കിട്ടും. LHS equal to RHS, P of 1 is true എന്നില്ല. LHS equal to RHS, therefore P of 1 is true. അപ്പം P of 1 true ആണെന്ന് കിട്ടി. ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഇതുപോലെ ചെയ്താൽ മതി. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് assume that P of k is true. Assume that P of k is true. അതങ്ങനെ എഴുതണം. Assume that P of k is true. എന്നിട്ട് ആ ഇക്വേഷൻ കൊണ്ട് എഴുതുക. 1 into 2 plus 2 into 3 plus etc plus n-ന് k ഇട്ട് കൊടുക്കണം. k into k plus 1 is equal to 1 into 2 plus 2 into 3 plus etc plus n into n plus 1 equal to എന്ന് പറയുന്ന n അല്ല k into k plus 1. n-ന് വരെ k കൊടുക്കണം. k into k plus 1 എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിലും k കൊടുക്കുക. k into k plus 1 into k plus 2 by 3. ഇത് നമുക്ക് ആവശ്യമുള്ളതാണ്. ഇനി ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുക. അപ്പോൾ സ്റ്റെപ്പ് 1 ആയി, സ്റ്റെപ്പ് 2 ആയി. ഇത് സ്റ്റെപ്പ് 2 വെറുതെ എഴുതി വെച്ചാൽ മതി. ഇനി സ്റ്റെപ്പ് 3. സ്റ്റെപ്പ് 3ൽ നമ്മൾ ഇപ്പം n-ന് k കൊടുത്തിട്ട് എഴുതിയത്. അതിൻ്റെ അടുത്ത സ്റ്റേജ് k plus 1 ട്രൂ ആണെന്ന് തെളിയിക്കണം. അപ്പം തെളിയിക്കേണ്ടത് നമ്മൾ put n is equal to k plus 1. എന്നിട്ട് LHS-ഉം RHS-ഉം കണ്ടുപിടിച്ച് ഒരുപോലെയാണ് കാണുന്നത്. അപ്പം നമ്മൾ ഇവിടെ മാത്രം RHS ആയിരുന്നു കാണുന്നത്. RHS equal to n into n plus 1 into n plus 2 by 3 അല്ലേ?
അപ്പോൾ നമ്മൾ എന്നിന് വരെ k+1 കൊടുക്കുമ്പോൾ k+1 എന്നിന് വരെ k+1 നമ്മൾ അത് ബ്രാക്കറ്റിൽ ഇടണം ഇൻറ്റു k+1+1 അത് k+2 എന്ന് എഴുതുക k+1+1 എന്നിന് വരെ k+1 +1 വരുമ്പോൾ k+2 ഇൻറ്റു അടുത്തത് എന്നിന് വരെ k+1+2 വരും k+1+2 വരുമ്പോൾ k+3 ബൈ 3. ഇതാണ് RHS. ഇനി LHS കിട്ടുമ്പോൾ ഇതേ ആൻസർ കിട്ടും. LHS കാണാൻ പോകണം. LHS കാണുമ്പോൾ ശ്രദ്ധിക്കണം 1 × 2 തൊട്ട് എന്നിന് വരെ k+1 കൊടുക്കണം 1 × 2 + 2 × 3 പ്ലസ് എക്സെട്ര ലാസ്റ്റ് എന്നിന് വരെ k+1 കൊടുക്കണം. അപ്പോൾ k+1 × k+1+1 k+1 × k+2. ഇനി ചെയ്യേണ്ടത് ഈ k+1 മുമ്പുള്ള ടേം എന്ന് പറഞ്ഞാൽ kയുടെ ടേം, അതായത് ഇതിന്റെ ലാസ്റ്റ് ടേമാണ്. ഇവിടെയുള്ള ലാസ്റ്റ് ടേമാണ് ഇതിന് മുമ്പ് വരുന്നത്. അതങ്ങോട്ട് എഴുതുക. അത് നമ്മൾ ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും അത് മനസ്സിലുണ്ടായിരിക്കണം. 1 × 2 + 2 × 3 പ്ലസ് എക്സെട്ര ഈ k+1 മുമ്പ് kയുടെ ഇടുക. k കഴിഞ്ഞാൽ അടുത്ത k+1 ആണ് പ്ലസ് ഇനി ഇതങ്ങോട്ട് എഴുതുക k+1 k+1+1 k+2. ഇത് നമ്മൾ ഒരു സെപ്പറേറ്റ് ബ്രാക്കറ്റിൽ ഇട്ടു. ഇത് എപ്പോഴും എഴുതി ചേർത്തോണം. അത് എഴുതി ചേർന്ന് ഇനി അത് കണ്ടുപിടിക്കാൻ അറിയാൻ പറ്റുമെങ്കിൽ ഇക്വേഷൻ 1 ലാസ്റ്റ് ടേമാണ് അങ്ങ് എഴുതിയാൽ മതി. ഇതൊക്കെ എളുപ്പമാണ്. ചില കേസിൽ കണ്ടുപിടിക്കാൻ ചില ബുദ്ധിമുട്ട് വരും. അപ്പോൾ നിങ്ങളൊന്നും ആലോചിക്കണ്ട. k+1 ലാസ്റ്റ് ടേമിന് മുമ്പ് kയുടെ ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 ലാസ്റ്റ് ടേം അതങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. അപ്പോൾ ഈ കിടക്കുന്ന ഫുള്ള് ഇക്വേഷൻ നമ്പർ 1 ഇക്വേഷൻ നമ്പർ 1 വാല്യൂ കൊടുക്കുന്നു k × k+1 × k+2/3. നമ്മൾ ഇക്വേഷൻ 1 ഇവിടെ യൂസ് ചെയ്തു ഇതിന് പകരം പ്ലസ് k+1 × k+2. ഇത് സിംപ്ലിഫൈ ചെയ്യാൻ അറിയാൻ മേലാത്തൊരു RHS കിട്ടിയ ആൻസർ എടുത്ത് എഴുതിയാൽ മതി. ഈ ക്വസ്റ്റിനൊക്കെ മുഴുവൻ മാർക്ക് കിട്ടും. അപ്പോൾ അറിയാവുന്നവർ ചെയ്യുക. അറിയാവുന്നവർ ചെയ്യേണ്ട k+1 k+2 രണ്ടിടത്തും കോമൺ ആണെന്ന് കോമൺ എടുക്കുക. k+1 × k+2 കോമൺ എടുക്കുക. മിച്ചം ഇവിടെ kയും /3 ഉണ്ട് മിച്ചം. അതെടുക്കുന്നു k/3 പ്ലസ് ഇത് ഫുൾ എടുക്കും. അപ്പോൾ 1 ഉണ്ട് മിച്ചം. ഇനി 3 LCM എടുത്താൽ മതി അവിടെ. നമുക്ക് k+1 × k+2 × 3 LCM എടുക്കുമ്പോൾ k + 1 × 3 3 വരും. കണ്ടോ ആൻസർ കിട്ടില്ല. k+1 × k+2 × k+3/3. LHS = RHS. Therefore P of k+1 is true. അതങ്ങനെ എഴുതണം. LHS = RHS. P of k+1 is true. Hence by mathematical induction P of n is true for all natural numbers. അതെല്ലാത്തിനെ ലാസ്റ്റ് എഴുതണം. Hence by mathematical induction P of n is true for all natural numbers. അത്ര എഴുതിയാൽ മതിയത്. ഇനി ഇവിടെ തന്നെ ഇക്വേഷൻ അല്ലാതെ സെന്റൻസ് ആയിട്ട് വരാം. സെന്റൻസ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. അത് വന്നാൽ സെന്റൻസ് വന്നാൽ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ 7n-1 ഈസ് a multiple of 6. Multiple of 6 നോ ഡിവൈസർ ഓഫ് 6 എന്ന് പറയാം. ഡിവൈസർ നോ മൾട്ടിപ്പിൾ നോ ഡിവൈസർ ഓഫ് എന്നും വരാം. ഡിവൈസർ ഓഫ് അല്ലെ ഡിവൈസർ ഓഫ് അല്ല ഡിവിസിബിൾ ബൈ. ഡിവിസിബിൾ ബൈയും വരാം. മൾട്ടിപ്പിൾ ഓഫ് നോ ഡിവിസിബിൾ ബൈ എന്ന് വരാം. മൾട്ടിപ്പിൾ ഓഫ് അല്ലെങ്കിൽ ഡിവിസിബിൾ ബൈ എന്ന് വെച്ചാൽ 7n-1 എന്ന് പറഞ്ഞാൽ 6ന്റെ മൾട്ടിപ്പിൾ ആണ്. അല്ലെങ്കിൽ 6 വെച്ച് ഡിവൈഡ് ചെയ്യാവുന്ന 6 വെച്ച് ഡിവൈഡ് ചെയ്യാതെ രണ്ടും ഒരേ മീനിങ് ആണ്. എങ്ങനെ ചോദിച്ചാലും നിങ്ങൾ ഇപ്പം ചെയ്ത പോലെ തന്നെ ഇതിനെ P of n എന്ന് എടുക്കുക. P of n എന്ന് എടുക്കുക. 7n-1 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 6 അങ്ങനെ എടുക്കുക. എന്നിട്ട് നമ്മൾ സ്റ്റെപ്പ് 1 ഇതിന് 1 കൊടുത്തിട്ട് 1 എന്ന് തെളിയിക്കുക. സ്റ്റെപ്പ് 1 put n is equal to 1. Put n is equal to 1. അപ്പോൾ നമുക്ക് ഇവിടെ LHS RHS ഒന്നുമില്ല. ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ലേ. ഒരു സ്റ്റേറ്റ്മെന്റ് ആകുമ്പോൾ അവിടെ ഉള്ള 7n-1 മാത്രമേ ഉള്ളൂ. അത് കഴിയുമ്പോൾ 6ന്റെ മൾട്ടിപ്പിൾ ആണോ നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് അത് തന്നെ എടുത്ത് ചെയ്യാം. 7n-1 ഇപ്പം ഇതിന് 1 കൊടുക്കുക. 7n-1 അതായത് 7 - 1 6 വരും. 6 എന്ന് പറഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് അറിയാം മൾട്ടിപ്പിൾ ഓഫ് 6 തന്നെയാണ്. കോമ a മൾട്ടിപ്പിൾ ഓഫ് 6 മൾട്ടിപ്പിൾ ഓഫ് 6. അപ്പോൾ അത് ഓക്കെ എന്നിന് 1 കൊടുത്തപ്പോൾ മൾട്ടിപ്പിൾ ഓഫ് 6 ആണെന്ന് എഴുതി. 6ന്റെ മൾട്ടിപ്പിൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് പറയാം P of 1 is true. P of 1 is true. P of 1 is true. അപ്പോൾ എന്നിന് 1 കൊടുത്തപ്പോൾ നമുക്ക് 6ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് കിട്ടി. അതുകൊണ്ട് P of 1 is true എന്ന് കിട്ടി. P of 1 is true. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നിന് k കൊടുക്കുമ്പോൾ P of k true ആണെന്ന് അസ്യൂം ചെയ്യാം. അസ്യൂം ദാറ്റ് അടുത്ത സ്റ്റെപ്പ് 2 പറയുന്ന അസ്യൂം P of k is true.
അസ്യൂം പി ഓഫ് കെ ഈസ് ട്രൂ. പി ഓഫ് കെ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യാം. അതായത് എന്നിന്റെ സ്ഥാനത്ത് കെ കൊടുത്ത് വെറുതെ എഴുതി വെച്ചാൽ മതി. 7k-1 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 6. 7k-1 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 6. നമുക്ക് ഇവിടെ ഒരു ഇക്വേഷൻ വേണം, എന്നാലേ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മൾട്ടിപ്പിൾ ഓഫ് 6 7k-1 എന്ന് 6ന്റെ മൾട്ടിപ്പിൾ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ 6ന്റെ മൾട്ടിപ്പിളിനെ ഒക്കെ നമുക്ക് 6 into a നമ്പർ എഴുതാം. നമ്പർ ഏത്? പിന്നോ എന്നോ ബിന്നോ എങ്ങനെ വേണേലും എഴുതാം. 6 into a നമ്പർ. 7k-1 6 into a നമ്പർ p. p എന്ന് പറഞ്ഞാൽ ഒരു ഇൻറ്റിജർ ആയാൽ മതി. p is an integer. p is integer. ഏതെങ്കിലും ഒരു ഇൻറ്റിജർ ആയാൽ മതി. ഇങ്ങനെ എഴുതാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഇതിന് 7k കണ്ടുപിടിക്കാം. 7k -1 അപ്പുറം കൊണ്ടുപോവാം. 6p -1 ഇപ്പുറം +1. ഇതാണ് ഇക്വേഷൻ നമ്പർ 1. ഇങ്ങനെ ഒരു ഇക്വേഷൻ വേണം. ഈ സെക്കൻഡ് സ്റ്റെപ്പിൽ നിന്ന് ഒരു ഇക്വേഷൻ നമുക്ക് വേണം. അത് ഇക്വേഷൻ ആണെങ്കിലും സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലും നമ്മൾ അവിടെ നിന്ന് ഇക്വേഷൻ കണ്ടുപിടിക്കുന്നു. എന്നാലേ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ സ്റ്റെപ്പ് 3 ചെയ്യാൻ പോവാണ്. n = k+1. k+1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാം. സ്റ്റെപ്പ് 3 n = k+1. ഇവിടെ LHS RHS ഒന്നുമില്ല. ആകെയുള്ളത് 7n-1 ആണ്. 7n-1 n k+1 ഇട്ട് കൊടുക്കും. 7k+1 -1. ഇനി 7k+1 a(m+n) എന്ന് വെച്ചാൽ a(m) × a(n) അത് വെച്ച് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് 7k+1. അപ്പൊ 7k × 7(1) ഇങ്ങനെ മാറ്റി എഴുതും. -1 ഇങ്ങനെ എഴുതും. ഇനി നമ്മൾ 7k വരെ നമ്മൾ ഇവിടെ ഒരു വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് കൊടുക്കും. അപ്പൊ നമ്മൾ നമ്മൾ 7 ആദ്യം എഴുതാം. 7 × 7k അങ്ങോട്ട് എഴുതാം. 7 × 7k -1. 7 × 7k വരെ ഈ വാല്യൂ കൊടുക്കുന്നു. 6p -1 6p +1 പിന്നെ -1. 7k മാത്രം ഇത്രയും -1 മാറ്റി എഴുതും. ഇനി ഈ 7 വെച്ച് എക്സ്പാൻഡ് ചെയ്യാം. നമുക്ക് കിട്ടേണ്ട ആൻസർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 6 എന്നാണ്. 6ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് കിട്ടണം. അപ്പോൾ ഒരു 6 കോമൺ ആയിട്ട് എടുക്കാൻ പറ്റിയാൽ മതി. അപ്പോൾ നമുക്ക് 7 × 6നെ മൾട്ടിപ്ലൈ ചെയ്യാനൊന്നും പോകണ്ട. നമുക്ക് 6 വേണ്ടത് 7 × 6p ഒരുമിച്ച് എഴുതാം. 7 × 1 7 എന്ന് എഴുതാം. +7 -1 +7 -1 വെച്ചാൽ 6 ആണ്. +7 -1 6 ആണ്. അപ്പോൾ 7 × 6p +6. ഇനി ഇതിന് 6 കോമൺ എടുക്കാമല്ലോ. 6 × 7p +1. അപ്പോൾ 6 × എന്ന് കിട്ടിയാൽ മൾട്ടിപ്പിൾ ഓഫ് 6 ആയി. 6 × എന്ന് കിട്ടിയാൽ മതി. a മൾട്ടിപ്പിൾ ഓഫ് 6. മൾട്ടിപ്പിൾ ഓഫ് 5 ആണെങ്കിൽ 5 × കിട്ടിയാൽ മതി. മൾട്ടിപ്പിൾ ഓഫ് 8 ആണെങ്കിൽ 8 × കിട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് കിട്ടിയ n k+1 കൊടുത്തപ്പോഴും മൾട്ടിപ്പിൾ ഓഫ് 6 മൾട്ടിപ്പിൾ ഓഫ് 6 എന്ന് കിട്ടി. എന്നിന് എന്ത് കൊടുത്താലും മൾട്ടിപ്പിൾ ഓഫ് 6 എന്ന് കിട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ കെക്ക് അസ്യൂം ചെയ്തുകൊണ്ട് k+1 കൊടുത്തപ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടി മൾട്ടിപ്പിൾ ഓഫ് 6. അപ്പോൾ p ഓഫ് k+1 ട്രൂ ആണെന്ന് കിട്ടി. അതുകൊണ്ട് ഈ റിസൾട്ട് ജനറൽ ആയിട്ട് ട്രൂ ആണ്. p ഓഫ് n ഈസ് ട്രൂ ഫോർ ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ ഇൻഡക്ഷൻ മെത്തേഡ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. 7n - 3n ഈസ് ഡിവിസിബിൾ ബൈ 4. 7n - 3n ഈസ് ഡിവിസിബിൾ ബൈ 4 അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 4. ഡിവിസിബിൾ ബൈ 4 എന്ന് പറഞ്ഞാലും മൾട്ടിപ്പിൾ ഓഫ് 4 എന്ന് പറഞ്ഞാലും സെയിം ആണ്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ വെച്ചാണ് ചെയ്യാൻ പോകുന്നത്. ഡിവിസിബിൾ ബൈ 4 അതിനെ p of n എന്ന് വിളിക്കുന്നു. p of n ആദ്യം p of 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. put n = 1. n ന് 1 കൊടുത്ത് ചെയ്യാൻ പോകും. put n = 1. അപ്പോൾ 7n - 3n എന്ന് പറയുമ്പോൾ 7n - 3n 7 - 3 4 ആണ്. 4നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യാം. ഈസി ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇൻറ്റിജർ കിട്ടും. ഡിവിസിബിൾ ബൈ 4 ആണ്. ഡിവിസിബിൾ ബൈ 4 വെച്ച് ഡിവൈഡ് ചെയ്യാം. ഡിവിസിബിൾ ബൈ 4 ആണ്. ഇനി സ്റ്റെപ്പ് 2 അസ്യൂം ദാറ്റ് p of k is true. സ്റ്റെപ്പ് 2 നമ്മൾ ചെയ്യണം. അസ്യൂം ദാറ്റ് p of k is true. p of k is true. അതായത് p of k ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യാം. അസ്യൂം ദാറ്റ് p of k is true. That is n ന് വരെ k കൊടുക്കുക. 7k - 3k is divisible by 4 വെച്ച് ഡിവൈഡ് ചെയ്യാം. That is അവിടെ നിന്ന് ഇക്വേഷൻ എടുക്കണമെന്ന് പറഞ്ഞില്ലേ? 7k - 3k എന്ന് ഡിവിസിബിൾ ബൈ 4 വെച്ച് മൾട്ടിപ്പിൾ ഓഫ് 4. ഡിവിസിബിൾ ബൈ 4 വെച്ച് മൾട്ടിപ്പിൾ ഓഫ് 4. അപ്പോൾ മൾട്ടിപ്പിൾ ഓഫ് 4 ആയതുകൊണ്ട് ഇതിനെ 4 × a നമ്പർ p എഴുതാം.
4 into a number p. അപ്പോൾ നമ്മളിവിടെ ലെഫ്റ്റ് സൈഡ് രണ്ടെണ്ണം, നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരെണ്ണം ഇട്ടാൽ മതി, ബാക്കിയുള്ള എനിക്ക് അപ്പുറം കൊണ്ടുപോകാം. അപ്പോൾ 7 raised to k മാത്രമേ ഇവിടെ എഴുതാം, 3 raised to k നമുക്ക് അപ്പുറം കൊണ്ടുപോകാം. അപ്പോൾ 4p മൈനസ് അപ്പുറവും പ്ലസ് 3 raised to k പ്ലസ് 3 raised to k. ഇക്വേഷൻ നമ്പർ 1. നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ വേണം. ഇക്വേഷൻ എഴുതിയതിലും ഈ സ്റ്റെപ്പിൻ്റെ മാർക്ക് കിട്ടും, പക്ഷേ അടുത്ത സ്റ്റെപ്പ് ചെയ്യണമെങ്കിൽ ഈ ഇക്വേഷൻ വേണം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്റ്റെപ്പ് 3 ആണ്. പുട്ട് n is equal to k plus 1. എന്നിട്ട് k plus 1 കൊടുത്ത് അത് 4ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. പുട്ട് n is equal to k plus 1. ഇനി നമ്മൾ 7 raised to n minus 3 raised to n സിംപ്ലിഫൈ ചെയ്യാൻ പോവാണ്. ഇനി k plus 1 കൊടുത്തോണ്ട് 7 raised to k plus 1 minus 3 raised to k plus 1. ഇനി നമ്മൾ a raised to m plus n കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തതിനെ സ്പ്ലിറ്റ് ചെയ്തു. a raised to m into a raised to n രണ്ടിനെ സ്പ്ലിറ്റ് ചെയ്തേ. 7 raised to k into 7 ഒന്ന് മൈനസ് അടുത്തത് 3 raised to k into 3, അങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഈ 7 raised to k ക്ക് പകരം നമ്മൾ ഇവിടെ കൊടുത്ത ഈ വാല്യൂ കൊടുക്കാം 4p plus 3 raised to k. അപ്പോൾ നമുക്ക് അതിനെ ദാറ്റ് ഈസ് ഈക്വൽ ടു 7 ആക്കി എഴുതാം. 7 into 7 raised to k ക്ക് പകരം 4p plus 3 raised to k എന്ന് കൊടുക്കും. 4p plus 3 raised to k മൈനസ് 3 into 3 raised to k. അങ്ങനെ ഇനി ഇത് എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് മൾട്ടിപ്പിൾ ഓഫ് 4 ഇൻറ്റു എന്നാണ് കിട്ടേണ്ടത്. ഡിവിസിബിൾ ബൈ 4 ആയതുകൊണ്ട് 4 ഇൻറ്റു എന്ന് കിട്ടണം. അപ്പോൾ 4 കോമൺ ആയിട്ട് എടുക്കാൻ പറ്റണം. നിങ്ങൾ 4ഉം 7ഉം കൂടെ മൾട്ടിപ്പിൾ 28 നമ്മൾ എഴുതാൻ പോകേണ്ട, നമുക്ക് 4 വേണ്ടതാണ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 7 into 4p, അത് അങ്ങനെ തന്നെ കിടന്നോട്ടെ, പ്ലസ് 7 into 3 raised to k മൈനസ് 3 into 3 raised to k. 7 into 3 എന്ന് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. 7 മറ്റേ 3 raised to k ആ. 7ഉം 3 raised to k കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് 21 ഒന്നും എഴുതാൻ പറ്റത്തില്ല. ഇത് ഇങ്ങനെ തന്നെ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് 7 into 4p ആൾക്കാർ അങ്ങനെ കിടക്കട്ടെ, പ്ലസ് ഇതിന് രണ്ടിന്ന് കോമൺ ആയിട്ട് 3 raised to k എടുക്കാം. 3 raised to k കോമൺ എടുത്താൽ അല്ലെ 7 into 7 3 raised to k 3 raised to k സബ്ട്രാക്ട് ചെയ്ത് 4 3 raised to k വരും. ഇനി അങ്ങനെ എഴുതാൻ ബുദ്ധിമുട്ടുള്ളവർ 3 raised to k കോമൺ എടുക്കുമ്പോൾ 7 minus 3 വരും, അപ്പോൾ 4 കിട്ടും. അപ്പോൾ നമുക്ക് 7 into 4p പ്ലസ് 3 raised to k into 4 കിട്ടും. 4 കോമൺ എടുക്കാം. 4 കോമൺ എടുക്കുമ്പോൾ 7p പ്ലസ് 3 raised to k വരും. കണ്ടോ, 4 into 100. 4 into എന്ന് കിട്ടിയാൽ മൾട്ടിപ്പിൾ ഓഫ് 4 അല്ലെ ഡിവിസിബിൾ ബൈ 4. അപ്പം ഡിവിസിബിൾ ബൈ 4 എന്ന് കിട്ടി. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്തപ്പോഴും k plus 1 കൊടുത്തപ്പോഴും ഡിവിസിബിൾ ബൈ 4 എന്ന് കിട്ടി. അതുകൊണ്ട് നമുക്കറിയാം p of k plus 1 ട്രൂ ആണ്. ഹെൻസ് ബൈ ഇൻഡക്ഷൻ p of n is true for all natural numbers. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇൻഡക്ഷൻ്റെ അകത്ത്. വളരെ ഈ ഒറ്റ സംഗതി മാത്രമേ ഉള്ളൂ. അവിടെ ഉള്ളതെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇക്വേഷൻ ആയിരിക്കും, ചിലപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. ഇക്വേഷൻ ആണ് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും കണ്ടുപിടിച്ച് ഈ 3 സ്റ്റെപ്പ്, പിന്നെ ഇനി 1 കൊടുത്ത് ലെഫ്റ്റും റൈറ്റും ഈക്വൽ ആണെന്ന് കാണിക്കുക, അത് എളുപ്പമാണ്. സെക്കൻഡ് സ്റ്റെപ്പ് p of k ട്രൂ ആണെന്ന് അസ്യൂം ചെയ്ത് സങ്കല്പിച്ചാൽ മാത്രം മതി, വെറുതെ എഴുതി വെച്ചാൽ മതി. എന്നിട്ട് അത് കേട്ട ഇക്വേഷനാണ്, ഇക്വേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്, അതേപടി എഴുതി വെക്കുക. പിന്നെ അവിടെ നിന്ന് ഒരു ഇക്വേഷൻ വേണം, ഇക്വേഷൻ 1 വേണം, അത് നിങ്ങൾ കണ്ടുപിടിച്ചോണം. പിന്നെ തേർഡ് സ്റ്റെപ്പിൽ k plus 1 കൊടുത്ത് ചെയ്താൽ മതി. അത് കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് തന്നിട്ടുണ്ട്, ബാക്കി ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ചെയ്ത് ശരിക്കും പഠിക്കുക. അപ്പോൾ വളരെ എളുപ്പമുള്ളതും ചെറിയൊരു ചാപ്റ്ററാണ്. എളുപ്പം എന്ന് പറയുന്നില്ല, ഇച്ചിരി ലെങ്തിയാണ്. മാർക്ക് നിങ്ങൾ മേടിക്കാതെ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് ചോദിക്കും. നിങ്ങൾക്ക് 4 കിട്ടിയതിന് 3 മാർക്കാണെങ്കിലും വാങ്ങാവുന്നതാണ്. അപ്പോൾ ഇതാരും കളഞ്ഞേക്കരുത്, നന്നായിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു.